ഹായ് ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നേരത്ത് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഇവർ 3 പേരുടെയും ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, സിറോളജിക്കൽ മാർക്കേഴ്സ് ആൻഡ് ലാബ് ഡയഗ്നോസിസ് നമ്മൾ ഒറ്റ ഷോട്ടിൽ പഠിക്കാൻ പോവുകയാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഇവരുടെ 3 പേരുടെയും മോർഫോളജി, റെസിസ്റ്റൻസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് എപ്പിഡമോളജി പഠിച്ചായിരുന്നു. അപ്പോൾ ഇതൊരു കമ്പാരറ്റീവ് സ്റ്റഡി പോലെ ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോ കാണുന്ന ആൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ ബി സി 3 ഒരുമിച്ച് പഠിച്ചു പോകാവുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയാൻ നേരത്ത് ഒരാൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖമുള്ള ആൾ കാണിച്ചിരിക്കുന്ന സൈൻസ് ആൻഡ് സിംറ്റംസിനാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ മാനിഫെസ്റ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വൈറസ് നമ്മുടെ ബോഡിക്കകത്ത് അവരുടെ ഇൻക്യുബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയാൻ നേരത്ത് ആ ഒരു വൈറസ് നമ്മുടെ ബോഡിക്കകത്ത് കയറിയിട്ട് വിസിബിൾ ആയിട്ടുള്ള സിംറ്റംസ് അപ്പിയർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം ഇൻ്റർവെല്ലിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും കുറവ് ഇൻക്യുബേഷൻ പീരീഡ് എടുക്കുന്ന വൈറസ് എന്ന് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആണ്. അവർക്ക് 15 to 45 ദിവസം മാത്രം മതി. ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇറ്റ് ഈസ് 30 to 180 ഡേയ്സ് ആൻഡ് ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഇറ്റ് ഈസ് 15 to 160 ഡേയ്സ്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസിൻ്റെ കേസിൽ സിംറ്റംസ് ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര പെട്ടെന്നായിരിക്കും, ഷോർട്ട് ഡ്യൂറേഷനുള്ളിൽ ഉണ്ടാവും. ഈ ഒരു അസുഖം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇവർ സെൽഫ് ലിമിറ്റിംഗ് ആണ്, അതായത് വന്നു കഴിഞ്ഞാൽ തന്നെ സ്പെസിഫിക് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് ക്യൂറായി പൊക്കോളും. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കേസിലാണെങ്കിൽ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വളരെ കൂടുതലാണ്. അപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഭയങ്കര പതിയെ മാത്രമേ ഡിസീസ് ഡെവലപ്പ് ആവത്തുള്ളൂ. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിന് 2 സ്റ്റേജുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്, പ്രീ ഇക്റ്ററിക് സ്റ്റേജും ഇക്റ്ററിക് സ്റ്റേജും. പ്രീ ഇക്റ്ററിക് സ്റ്റേജ് എന്ന് പറയാൻ നേരത്ത് ജോണ്ടിസ് അപ്പിയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജാണ്. ഇവിടെ മറ്റേ യെല്ലോ ഡിസ്കളറേഷൻ ഒന്നും കാണത്തില്ല, കുറേ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും കാണപ്പെടുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് മനാഫ് എന്ന് പഠിച്ചാൽ മതി. അതിൽ എം ഫോർ മലൈസ്, അതായത് ഒരു ജനറൽ ഡിസ്കംഫർട്ട് കാണും. എ ഫോർ അനോറക്സിയ, അതായത് വിശപ്പില്ലായ്മ എന്ന് പറയും. ആൻഡ് എൻ ഫോർ നോസിയ, അതായത് നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. ആൻഡ് എഫ് ഫോർ ഫീവർ, ദാറ്റ് ഈസ് റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. അതാണ് നോൺ സ്പെസിഫിക് സിംറ്റംസ്. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയാൻ നേരത്ത് അത് ഇക്റ്ററിക് ഫേസിലായിരിക്കും കാണുന്നത്, അതായത് അവിടെ ജോണ്ടീസ് ഉണ്ടായി. അപ്പോൾ ജോണ്ടീസിൻ്റെ സിംറ്റംസ് എന്ന് പറയാൻ നേരത്ത് യൂറിൻ ഭയങ്കര ഡാർക്ക് കളറായിരിക്കും. പിന്നെ നമ്മുടെ ബോഡിയിൽ ബിലിറൂബിൻ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് സ്ക്ലീറക്കക്ക യെല്ലോയിഷ് കളർ ഉണ്ടാവും. സ്ക്ലീറ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു വൈറ്റർ പാർട്ടില്ലേ, അതാണ്. പിന്നെ മ്യൂക്കസ് മെംബ്രെയിനും യെല്ലോ കളറേഷൻ ഉണ്ടാകും. സ്റ്റൂൾ പെയിൽ കളറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന് കാരണം നോർമലി ലിവർ ബൈല് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബൈലിൽ ബിലിറൂബിൻ ഉണ്ട്. ഈ ബിലിറൂബിൻ ഇൻറ്റസ്റ്റൈനിലോട്ട് എത്തുന്നതായിരിക്കും. എന്നിട്ട് അത് സ്റ്റെർക്കോബൈലിനാക്കി കൺവെർട്ട് ആക്കപ്പെടും. സ്റ്റെർക്കോബൈലിനാണ് സ്റ്റൂളിന് ഒരു നോർമൽ ബ്രൗൺ കളർ കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, അതായത് ബൈൽ ഡക്റ്റ് ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാൻ നേരത്തെ ഈ ബൈലിൻ്റെ ഫ്ലോ ബ്ലോക്ക് ആകുകയോ റെഡ്യൂസ് ആകുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബിലിറൂബിൻ ഇൻറ്റസ്റ്റൈനിൽ എത്തത്തില്ല. അപ്പോൾ സ്റ്റെർക്കോബൈലിൻ പ്രൊഡ്യൂസ് ആവത്തില്ല. അപ്പോൾ സ്റ്റൂളിന് പെയിൽ അല്ലെങ്കിൽ ക്ലേ കളർ ഉണ്ടാവും. ഈ ഹെപ്പറ്റൈറ്റിസ് എയിലും ബിയിലും ആയിരിക്കും കൂടുതലായിട്ട് ഈ പ്രീ ഇക്റ്ററിക് അല്ലെങ്കിൽ ഇക്റ്ററിക് ഫേസുകൾ കാണപ്പെടുന്നത്. ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുമ്പോൾ ഒരു 80% ടൈമിലും അസിംറ്റമാറ്റിക് ആയിരിക്കും. വല്ലപ്പോഴും മാത്രമോ സിംറ്റംസ് കാണപ്പെടാറുള്ളൂ. അങ്ങനെ സിംറ്റംസ് ഉണ്ടെങ്കിലാണ് ഈ പ്രീ ഇക്റ്ററിക് അല്ലെങ്കിൽ ഇക്റ്ററിക് ഫേസുകൾ അവിടെ കാണപ്പെടുന്നത്. അടുത്തത് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ഔട്ട്കംസ് ആണ്, അതായത് കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. വിച്ച് ആർ ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ ഫുൾമിനൻറ്റ് ഹെപ്പറ്റൈറ്റിസ്, റിലാപ്സിങ് ഹെപ്പറ്റൈറ്റിസ് ആൻഡ് കോളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസ്. ഫുൾമിനൻറ്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ അതൊരു സിവിയർ ആയിട്ടുള്ള റാപ്പിഡ്ലി പ്രോഗ്രസിങ് ഫോം ഓഫ് ഹെപ്പറ്റൈറ്റിസ് ആണ്. പെട്ടെന്ന് തന്നെ ലിവർ ഫെയിലിയർ ഉണ്ടാക്കുന്നതായിരിക്കും. ഇൻ കേസ് ഓഫ് റിലാപ്സിങ് ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ ആദ്യം ഹെപ്പറ്റൈറ്റിസ് വരും, പെട്ടെന്ന് തന്നെ റിക്കവർ ആവും, എന്നിട്ട് വീണ്ടും സിംറ്റംസ് വരും, പിന്നെ റിക്കവർ ആവും, എന്നിട്ട് വീണ്ടും സിംറ്റംസ് വരും. അങ്ങനെയായിരിക്കും കാര്യങ്ങൾ. പിന്നെ ഇൻ കേസ് ഓഫ് കോളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിൽ നമ്മുടെ ബൈൽ ഫ്ലോ ഇവിടെ ഇമ്പേർഡ് ആവുന്നുണ്ട്. അങ്ങനെ മാർക്ക്ഡ് ലെവൽ ഓഫ് ജോണ്ടീസ് നമുക്കിവിടെ കാണപ്പെടാൻ പറ്റും. ഭയങ്കര ഡാർക്ക് യൂറിനായിരിക്കും, ഭയങ്കര പെയിലായിട്ടുള്ള സ്റ്റൂളായിരിക്കും. ബൈൽ ഈ ലിവറിലും ബ്ലഡിലൊക്കെ അക്യുമുലേറ്റ് ചെയ്തേ ഇരിക്കും. ബൈൽ ഫ്ലോ ആണ് ഇവിടെ ബ്ലോക്ക് ആവുന്നത്. ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണെങ്കിൽ ഇവിടെയും ഫുൾമിനൻറ്റ് ഹെപ്പറ്റൈറ്റിസ് വരുന്നുണ്ട്. അതുകൂടാണ്ട് സിറോസിസും ഹെപ്പാറ്റോ സെല്ലുലർ കാർസിനോമയും കൂടി മറ്റൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്. സിറോസിസ് എന്ന് പറയുന്ന നേരത്ത് ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ഉള്ള ടൈമിൽ നമ്മുടെ ലിവറിന് ഇങ്ങനെ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഇൻഫ്ലമേഷൻ വന്ന് ലിവർ സെല്ലെല്ലാം വർഷങ്ങൾ കൊണ്ട് ഡാമേജ് ആയിപ്പോവും. എന്നിട്ട് ആ നോർമൽ ലിവർ ടിഷ്യൂ ഒക്കെ വിൽ ബി റീപ്ലേസ്ഡ് ബൈ സ്കാർ ടിഷ്യൂ. അങ്ങനെ ആ ഒരു ലിവറിന് സ്കാറിങ് ഉണ്ടായിട്ട് ലിവറിൻ്റെ നോർമൽ ഫങ്ഷൻ നിന്ന് പോകും ഇൻ കേസ് ഓഫ് സിറോസിസ് ആണെങ്കിൽ. ഇത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്ലോ ചെയ്യാൻ പറ്റും. ആൻഡ് ഹെപ്പാറ്റോസെല്ലുലർ കാർസിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്യാൻസർ ഓഫ് ദി ലിവർ സെൽസ് ആണ്. ഈ സിറോസിസ് വന്ന് കുറേ നാൾ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ക്യാൻസറിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിറോസിസ് ഓഫൻ ഡെവലപ്സ് ടു ക്യാൻസർ. പിന്നെ ഈ ലിവറിന് പുറത്തുള്ള കോംപ്ലിക്കേഷൻസ് ആണ് എക്സ്ട്രാ ഹെപ്പാറ്റിക് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്.
അതായത് ഈ ആർത്രൈറ്റിസ്, അതായത് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ്, ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, റാഷസ്, ഹെമറ്റൂറിയ, പ്രോട്ടീനൂറിയൊക്കെ ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബിയിൽ കാണപ്പെടാറുണ്ട്. ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് സി ഒരു 80% ക്രോണിക് ഇൻഫെക്ഷൻസും സിറോസിസ് ആയിട്ട് മാറുന്നതായിരിക്കും. ആ സിറോസിസ് ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമയായിട്ട് മാറുന്നതായിരിക്കും. പിന്നെ ഇവരുടെ എക്സ്ട്രാ ഹെപ്പാറ്റിക് കോംപ്ലിക്കേഷൻസ് എന്ന് പറയാൻ നേരത്ത് ആർത്രൈറ്റിസ്, ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, ഈ വക ചെറിയ ചെറിയ ടേമുകളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ടൈം വളരെ നീണ്ടു പോകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനും ഭയങ്കര ബോറായിരിക്കും. പിന്നെ ഈ നോട്ട്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാക്സിമം കേൾക്കാൻ നോക്കുക. നോട്ടിലുള്ളതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. സോ അതൊന്നും ശ്രദ്ധിക്കുക. പറയുമ്പോൾ ഈ നോട്ടിൽ നോക്കിയിരിക്കണമെന്നില്ല. നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സെറോളജിക്കൽ മാർക്കേഴ്സ്. അതായത് ഒരു അസുഖം ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡിസീസിൻ്റെ പ്രോഗ്രഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡിസീസിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ ഉണ്ടോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് അല്ലെങ്കിൽ സെറത്തിൽ പ്രസൻ്റ് ആയിരിക്കേണ്ട കുറച്ച് സബ്സ്റ്റൻസുകളുണ്ട്. യൂഷ്വലി ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി ആയിരിക്കും. ഇവരാണ് ഈ സെറോളജിക്കൽ മാർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവരെ പറ്റി ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആൻറ്റിജൻസ് ഒക്കെ ആണെങ്കിൽ ഇതൊരു പത്തോജൻ്റെ, അതായത് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഒക്കെ പാർട്ടായിരിക്കും. അത് നമ്മൾ സെറത്തിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ഒരു കറൻ്റ്ലി ഇൻഫെക്ഷൻ ബോഡിയിലുണ്ടെന്നാണ്. പിന്നെ ആൻറ്റിബോഡിയുടെ കേസിലാണെങ്കിൽ അതിപ്പോൾ IgM ടൈപ്പ് ആൻറ്റിബോഡി ഉണ്ട്, IgG ടൈപ്പ് ആൻറ്റിബോഡി ഉണ്ട്. ഇവ രണ്ടുപേരെ നമ്മൾ സെറോളജിക്കൽ മാർക്കറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. IgM ആയിരിക്കും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാധനത്തിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം റീസെൻ്റ് അല്ലെങ്കിൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്നായിരിക്കും. ഇൻ കേസ് IgG ടൈപ്പ് ആൻറ്റിബോഡിയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു അസുഖം വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം മാത്രമേ പ്രൊഡ്യൂസ് ആവത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ സെറത്തിൽ നിന്ന് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം പാസ്റ്റ് ഇൻഫെക്ഷനാണ്, അതായത് പണ്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ്. ഈ ഇമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സെറം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ IgG ചിലപ്പോൾ പ്രസൻ്റ് ആയിരിക്കും. അതാണ് ആൻറ്റിബോഡിയുടെ കേസിൽ പറയുന്നത്. ഇത് കൂടാണ്ട് വേറെയും സെറോളജിക്കൽ മാർക്കേഴ്സ് ഉണ്ട്. ദാറ്റ് മേ ബി ഇമ്മ്യൂൺ കോംപ്ലക്സുകളാവാം, ക്വാണ്ടിറ്റി ഓഫ് കോംപ്ലിമെൻറ്റ്സ് ആവാം. സോ ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് 2 സെറോളജിക്കൽ മാർക്കേഴ്സാണ് ഉള്ളത്. അത് രണ്ടും ആൻറ്റിബോഡീസാണ്. anti-HAV IgM വിച്ച് ഈസ് സീൻ ഇൻ അക്യൂട്ട് അല്ലെങ്കിൽ റീസെൻറ്റ് ഇൻഫെക്ഷൻസ്, ആൻഡ് anti-HAV IgG വിച്ച് ഈസ് സീൻ ഇഫ് ഇമ്മ്യൂണിറ്റി ഈസ് പ്രസൻറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് ഇൻഫെക്ഷൻസിലും കാണപ്പെടാറുണ്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആദ്യം നമ്മുടെ സെറത്തിൽ കാണപ്പെടുന്ന സെറോളജിക്കൽ മാർക്കർ എന്ന് പറയാൻ നേരത്ത് ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ ആണ്. അപ്പോൾ ഇവരുടെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ പേഷ്യൻറ്റ് കറൻ്റ്ലി ഇൻഫെക്റ്റഡ് ആണെന്നാണ്. ആ ഒരു ഇൻഫെക്ഷൻ മേ ബി അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് ഇൻഫെക്ഷനിലും ഈ ഒരു ആൻറ്റിജൻ കാണപ്പെടാറുണ്ട്. അടുത്തെന്ന് പറയാൻ നേരത്ത് ഹെപ്പറ്റൈറ്റിസ് ബി എൻവലപ്പ് ആൻറ്റിജൻ ആണ്, HBE ആൻറ്റിജൻ. അപ്പോൾ ഈ ഒരു മാർക്കർ എന്ന് പറയാൻ നേരത്ത് സൂചിപ്പിക്കുന്നത് ആക്റ്റീവ് വൈറൽ റെപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു വൈറസിൻ്റെ. അപ്പോൾ ഇൻഫെക്റ്റിവിറ്റിയും വളരെ കൂടുതലായിരിക്കും. ഇൻഫെക്റ്റിവിറ്റി കൂടുതലാണെങ്കിൽ റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് വെരി ഹൈ. അടുത്തായിട്ട് നമ്മുടെ ബോഡിയിൽ ഈ ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണപ്പെടുന്ന ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം വരുന്നത് IgM ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബീൻ്റെ കേസിൽ മൾട്ടിപ്പിൾ ആൻറ്റിജൻസ് ഉണ്ട്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി കോർ ആൻറ്റിജൻ, ആ കോർ ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡി വിച്ച് ഈസ് IgM ടൈപ്പ് ആയിരിക്കും ആദ്യം കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു anti-HBC IgM കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെന്നായിരിക്കും. അടുത്തത് anti-HBC IgG ആയിരിക്കും കാണപ്പെടുന്നത്. ഞാൻ പറഞ്ഞു IgG കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ IgG കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം ഒന്നെങ്കിൽ ക്രോണിക് ഇൻഫെക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊരു കരിയർ ഓഫ് ദി വൈറസ് ആയിരിക്കും, അല്ലെങ്കിൽ റിക്കവറി ഫേസിലും ഈ anti-HBC IgG കാണപ്പെടാറുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ HBC ആൻറ്റിജൻ എന്ന് പറയാൻ നേരത്ത് ഹെപ്പറ്റൈറ്റിസ് ബി കോർ ആൻറ്റിജൻ ആണ്. ഇത് വൈറൽ പാർട്ടിക്കിളിനകത്തായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ പൊതുവെ ബ്ലഡ് ടെസ്റ്റുകളിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യാറില്ല. സോ ഇതുണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കെതിരെയുള്ള ഈ ആൻറ്റിബോഡീസ് anti-HBC ആൻറ്റിബോഡീസ് അത് IgG ആവാം, IgM ആയിരിക്കാം, അതായിരിക്കും നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബി എൻവലപ്പ് ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡി ദാറ്റ് ഈസ് anti-HBE ആൻറ്റിബോഡിയാണ്. അപ്പോൾ ഇവർ പ്രൊഡ്യൂസ് ആയിക്കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബി എൻവലപ്പ് ആൻറ്റിജൻ്റെ ആ ഒരു എഫക്റ്റ്, അതായത് വൈറൽ റെപ്ലിക്കേഷനും ട്രാൻസ്മിഷനും കുറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ ഒരു ആൻറ്റിബോഡി കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം വൈറൽ റെപ്ലിക്കേഷൻ കുറവായിരിക്കും, ഇൻഫെക്റ്റിവിറ്റിയും കുറവായിരിക്കും. ആൻഡ് ലാസ്റ്റ് കാണപ്പെടുന്ന ആൻറ്റിബോഡി anti-HBS ആൻറ്റിബോഡിയാണ്, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡിയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് റിക്കവറി ഫേസിലായിരിക്കും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. മറ്റൊരു മാർക്കറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഓൾഡ് സ്കൂൾ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഇതൊരു സെറോളജിക്കൽ മാർക്കറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് HBV DNA. ഇത് പൊതുവേ ബ്ലഡിലൊരു മാർക്കറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് നോർമൽ ബ്ലഡ് ടെസ്റ്റുകളൊന്നും ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് DNA ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
വി ഹാവ് ടു ഡു എ PCR, അതായത് മോളിക്കുലർ മാർക്കറാണിത് ഓൾഡ് സ്കൂൾ ഡെഫിനിഷൻ അനുസരിച്ചിട്ട്. ബട്ട് ഇപ്പോൾ പുതിയ ലിക്വിഡ് ബയോപ്സി എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് വന്ന അനുസരിച്ചിട്ട് ഈ ഒരു HBV DNA സെറോളജിക്കൽ മാർക്കറായിട്ടാണ് കൺസിഡർ ആക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു HBV DNA പ്രസൻ്റ് ആണെങ്കിൽ ഇത് വൈറൽ റെപ്ലിക്കേഷൻ നടക്കുന്നു എന്നാണ് അർത്ഥം. ട്രാൻസ്മിഷനും വളരെ കൂടുതലായിരിക്കും. ഏറ്റവും ആദ്യം കാണപ്പെടുന്നത് ഈ ഒരു മാർക്കറായിരിക്കും. അതായത് എക്സ്പോഷർ വന്ന് വൈറസുമായിട്ട് എക്സ്പോഷർ വന്ന് 10 തൊട്ട് 12 ദിവസത്തിനുള്ളിൽ ഈ ഒരു മാർക്കർ പ്രസൻ്റ് ആയിരിക്കും. രണ്ടാമത് കാണുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് B സർഫസ് ആൻറ്റിജൻ. അതിപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ മേ ബി 1 വീക്ക് ടു 10 വീക്ക് വരെയൊക്കെ എടുക്കാം. നെക്സ്റ്റ്, ഇൻ കേസ് ഹെപ്പറ്റൈറ്റിസ് C വൈറസ് ആണെങ്കിൽ ഇവിടെ ആദ്യം പ്രൊഡ്യൂസ് ആവുന്ന ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ anti-HCV ആൻറ്റിബോഡി ആയിരിക്കും. അത് അക്യൂട്ട് ഇൻഫെക്ഷനിലും ക്രോണിക് ഇൻഫെക്ഷനിലും പ്രൊഡ്യൂസ് ആവാറുണ്ട്. ക്രോണിക്കിൽ അല്പം കൂടുതൽ പ്രൊഡ്യൂസ് ആവുന്നതായിരിക്കും. ഇത് ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ടാണ് നമ്മൾ anti-HCV ആൻറ്റിബോഡി ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയാൻ നേരത്ത് ഹെപ്പറ്റൈറ്റിസ് C വൈറസ് RNA നമ്മൾ PCR ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് കാരണം ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് C വൈറസ് RNA എന്ന് പറയാൻ നേരത്ത് ഈ ലിവർ എൻസൈംസ് ഒക്കെ റൈസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ HCV ആൻറ്റിബോഡി റൈസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് C വൈറസ് ഉണ്ടെങ്കിൽ ഒരു വെർസ്റ്റ് ഔട്ട്കമ്മിലോട്ട് പോകണമെങ്കിൽ ആ ഒരു ഹെപ്പറ്റൈറ്റിസ് C വൈറസിൻ്റെ ജീനോടൈപ്പ് 1B ആയിരിക്കണം. 1B ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വേരിയൻ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് C വൈറസ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ വൈറൽ RNAയുടെ ലോഡ് 8 ലക്ഷം IU/ml ആണെങ്കിലും ഈ ഒരു വെർസ്റ്റ് പ്രോഗ്നോസിസിലോട്ട് ലീഡ് ചെയ്യാം. നെക്സ്റ്റ്, ഈ ഒരു ബോക്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് ഹെപ്പറ്റൈറ്റിസ് B വൈറസിൻ്റെ മാത്രം സെറോളജിക്കൽ മാർക്കേഴ്സാണ്. അതായത് B വൈറസ് ഇൻഫെക്ഷൻ വരാൻ നേരത്ത്, അതായത് അതിൻ്റെ അക്യൂട്ട് ഇൻഫെക്ഷനിൽ കാണപ്പെടുന്ന മാർക്കർ ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് B സർഫസ് ആൻറ്റിജൻ, anti-HBC IgM, HBE ആൻറ്റിജൻ, HBV DNA, അങ്ങനെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. ഇപ്പോൾ വിൻഡോ പീരീഡിൽ കാണപ്പെടുന്ന മാർക്കർ ഏതാണ്? വിൻഡോ പീരീഡിൽ anti-HBC IgM ആണ് കാണപ്പെടുന്നത്. അതായത് ഹെപ്പറ്റൈറ്റിസ് B കോർ ആൻറ്റിജൻ അതിനെതിരെയുള്ള IgM ടൈപ്പ് ആൻറ്റിബോഡിയാണ് കാണപ്പെടുന്നത്. ഈ വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലേ, ഇപ്പോൾ ഒരു ആൻറ്റിജൻ, അതായത് എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് B സർഫസ് ആൻറ്റിജൻ നമ്മുടെ സെറത്തിൽ നിന്നും ഡിസപ്പിയർ ചെയ്യാനും അതിനെതിരെയുള്ള അതായത് anti-HBS ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ആവാനും എടുക്കുന്ന ആ ഒരു ഷോർട്ട് പീരീഡ് ഡ്യൂറേഷൻ, ആൻറ്റിജൻ ഡിസപ്പിയർ ചെയ്യും, ആൻറ്റിബോഡി അപ്പിയർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഷോർട്ട് ഡ്യൂറേഷനാണ് വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു പീരീഡിൽ നമുക്ക് ഒരേ ഒരു സെറോളജിക്കൽ മാർക്കർ കാണപ്പെടത്തുള്ളൂ. ദാറ്റ് ഈസ് anti-HBC IgM എന്ന് പറയുന്നത്. പിന്നെ ക്രോണിക് ഇൻഫെക്ഷൻ വിത്ത് ഹൈ റെപ്ലിക്കേഷനുള്ള സമയങ്ങളിലാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B സർഫസ് ആൻറ്റിജൻ, ഹെപ്പറ്റൈറ്റിസ് B എൻവലപ്പ് ആൻറ്റിജൻ, ഹെപ്പറ്റൈറ്റിസ് B കോർ IgG, HBV DNA. അല്ലെങ്കിൽ ക്രോണിക് ഇൻഫെക്ഷൻ വിത്ത് ലോ റെപ്ലിക്കേഷനുള്ള സമയങ്ങളിലാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B സർഫസ് ആൻറ്റിജൻ, ഹെപ്പറ്റൈറ്റിസ് B എൻവലപ്പ് ആൻറ്റിബോഡി, ലോ HBV DNA. പിന്നെ റിക്കവറി ആയിട്ടുള്ളൊരു ഫേസിലാണെങ്കിൽ anti-HBS ആൻറ്റിബോഡി, anti-HBC IgG. പിന്നെ വാക്സിനേറ്റഡ് ആയിട്ടുള്ളൊരു ഫേസിലാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B സർഫസ് ആൻറ്റിബോഡി മാത്രമേ കാണപ്പെടത്തുള്ളൂ. ഈ ഒരു ഭാഗം ഞാൻ ഓടിച്ചാണ് വിട്ടിരിക്കുന്നത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഇവരുടെ ഹെപ്പറ്റൈറ്റിസ് B വൈറസിൻ്റെ ആൻറ്റിജൻ ആൻറ്റിബോഡീനൊക്കെ പറ്റി പറഞ്ഞ ടൈമിൽ അത് എവിടെയൊക്കെ കൂടും എവിടെയൊക്കെ കുറയുമെന്നൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ പലയിടത്തായിട്ട് കടന്നിരുന്ന സാധനങ്ങളെല്ലാം കൂടി ഞാനിവിടെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ പുതിയതായിട്ടൊന്നും ഇവിടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ലാസ്റ്റത്തെ ഭാഗം ഓടിച്ചു വിട്ടത്. അപ്പോൾ ഇന്നത്തേക്ക് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ് A, B, C ആൻഡ് സെറോളജിക്കൽ മാർക്കേഴ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ലാബ് ഡയഗ്നോസിസ് അടുത്ത ക്ലാസ്സിൽ എടുക്കുക, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുന്നതായിരിക്കും. സോ മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ, അതായത് സ്പീഡ് കൂടുതലാണെങ്കിൽ ഓർ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അടുത്ത ക്ലാസ്സിൽ അത് കറക്റ്റ് ചെയ്ത് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത്ര നല്ലത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.